അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട തലക്കാട് പഞ്ചായത്തിലെ കേരളത്തിലെ ഉടനീളമുള്ള ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDFൻ്റെ സാരഥികളെ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടുകൂടെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, ഓരോ വോട്ടർമാരോടും പ്രത്യേകമായി പറയാനുള്ള കാര്യം, നമ്മുടെ നാടുകളിൽ വികസനത്തിൻ്റെ പെരുമഴ പെയ്യേണ്ടതുണ്ട്. പലജാതി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതിൻ്റെ അപേക്ഷ നൽകുമ്പോൾ നമ്മൾ നൽകേണ്ടിയിരുന്ന സംഖ്യ വെറും 450-500-ൽ താഴെയായിരുന്നു. ഈ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള സർക്കുലർ അനുസരിച്ചുകൊണ്ട് 3000-ഉം 3500-ഉം ഒക്കെയായി മാറുന്നു. അത് മുനിസിപ്പാലിറ്റി ബില്ലാകുമ്പോൾ 8000-ഉം 10000-ഉമായിട്ട് മാറുന്നു. കോർപ്പറേഷൻ ലേക്കുകളാകുമ്പോൾ 4000-ൽ നിന്നത് 12200 വരെ എത്തുകയാണ്. ഇതൊരു ഭാഗം മാത്രമാണ്. ഇത് മൊത്തത്തിൽ പറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ തലക്കാട് പഞ്ചായത്തിൻ്റെ സ്ഥിതി ഒന്നെടുത്ത് പരിശോധിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ചില കെട്ടിടങ്ങൾ നൽകുക വഴി ലക്ഷക്കണക്കിന് രൂപയാണ് കൈക്കൂലിയായി അന്നത്തെ ഭരണപക്ഷം വാങ്ങിച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്കൊക്കെ ബോധ്യപ്പെടുകയും നമ്മളൊക്കെ പറയുകയും ചെയ്തതാണ്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വീണ്ടും ഈ ഇടതുപക്ഷം അധികാരത്തിൽ കയറി എന്നുള്ളതും വസ്തുതയാണ്. ഇനി ആ ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചുകൂടാ. നമുക്കറിയാം, തലക്കാട് പഞ്ചായത്തിൽ നിന്ന് BP അങ്ങാടിയിൽ നിന്ന് തിരൂരിലേക്ക് വരുമ്പോൾ നോർത്ത് BP അങ്ങാടിയിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയാൽ അവിടെ ഒരു ഹോട്ടലുണ്ട്. ഞാനടക്കം അവിടെ പ്രതിഷേധവുമായി ചെന്നതാണ്. ജനകീയ കൂട്ടായ്മ ഉണ്ടായതാണ്. മദ്യനിരോധന സമിതി ഈയാച്ചേരി മാസ്റ്റർ അടക്കം അവിടെ വന്നതാണ്. കുടുംബങ്ങൾ അവിടെ സമരം ചെയ്തതാണ്. അങ്ങനെ തലക്കാട് ഗ്രാമപഞ്ചായത്തിനോട് നമ്മൾ ആവശ്യിച്ചു, വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിലെ അന്നത്തെ പ്രതിപക്ഷത്തിനോടും പറഞ്ഞത്, പൊതുജനത്തിനോടും പറഞ്ഞത്, അത് ഹോട്ടലിന് മാത്രമാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത് എന്നാണ്.